the one. You gon' be my only, only. I can see that you were watching. I'ma make you fall in love. Just sit back and watch me work, 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 daddy. Watch me while I work, work, work. Yeah, now let me do my work, 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 daddy. Watch me while I work, 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 daddy. വെൽക്കം ടു ഫാബ്സ് ഓൺ സോ നമ്മുടെ സ്വന്തം ഗ്യാരേജിൽ നിന്ന് ആദ്യത്തെ എപ്പിസോഡാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇനി ഇതുപോലത്തെ കിടിലം കുറേ എപ്പിസോഡ്സ് എന്താണ് നമ്മളിവിടെ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ, എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കി വെച്ചത് നിങ്ങൾക്ക് അറിയണ്ടേ. അങ്ങനെ വണ്ടിയുടെ ടിപ്സും ഹാക്സും വണ്ടിയുടെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ എന്താണ് ഗ്യാരേജിനുള്ളിൽ എന്നുള്ളൊരു ഗ്യാരേജ് ടൂർ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും. നമ്മുടെ സ്വന്തം, നിങ്ങളുടെ സ്വന്തം ഫാബ്സ് ഓൺ വീൽസ് മെറ്റലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം. നമുക്ക് നോക്കാം അകത്ത് എന്താ സംഭവിക്കുന്നുള്ളത്. കം. എൻ്റെ കൈ ഏകദേശം 5-6 ജിപ്സികൾ നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ബാക്കി 1-2 വണ്ടികൾ നമ്മൾ പുറത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്താണ് നമ്മുടെ ഗ്യാരേജിൽ സംഭവിക്കുന്നതാണ് നമ്മൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ, ശരിക്കും ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ ജിപ്സികളും, നിങ്ങൾ കാണാൻ പോകുന്ന ഓരോ ജിപ്സികൾക്ക് മുമ്പിലും അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ടായിരിക്കും, അതിന് ഒരു ഓണറുമായിട്ടൊരു ബന്ധമുണ്ടായിരിക്കും, അയാളുടെ ആഗ്രഹങ്ങളും അയാളുടെ വിയർപ്പും, അങ്ങനെ ഒരുപാട് കഥ പറയാനുണ്ടാവും ഓരോ വാഹനങ്ങൾക്കും. സോ എന്തുകൊണ്ടാണ് നമ്മൾ ഫാബ്സ് ഓൺ വീൽസ് മെറ്റൽ വില്ല എന്ന് വിളിക്കുന്നതെന്ന് വെച്ചാൽ, നിങ്ങളോട് ഓപ്പണായിട്ട് തന്നെ പറയാം, ഇറ്റ്സ് എ വില്ല ഫോർ ദാറ്റ് കാർ എന്തോസിയാസ്റ്റ്. എല്ലാ കാർ എന്തോസിയാസ്റ്റിനും അവരുടെ ഐഡിയകൾ ശരിക്കും ഡ്രീം കം ട്രൂ ആക്കാനുള്ള, അല്ലെങ്കിൽ അവരുടെ ഐഡിയകൾ നടത്തിയെടുക്കാനുള്ള ഒരു റൂഫാണ് ഫാബ്സ് ഓൺ വീൽസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ആർക്കും എന്ന് വെച്ചാൽ ഏതൊരു വാഹനത്തിൻ്റെ ഓണർക്കും അവർക്ക് എങ്ങനെയാണോ വാഹനം ബിൽഡ് ചെയ്യേണ്ടത് ആ തരത്തിലുള്ള എല്ലാവിധ എക്യുപ്മെൻസും നമ്മളുടെ കയ്യിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് നമ്മൾ നിങ്ങൾക്ക് വേണ്ട സജഷൻസും കാര്യങ്ങളും തരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മൾ ക്രോഡീകരിക്കും. നമ്മൾക്ക് ഒന്നായിട്ട് ഒരു പ്രോജക്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. സോ ഇറ്റ്സ് എ വില്ല ഫോർ ദ പ്രോജക്ട്സ് ഫോർ എവറി കാർ, ലൈക്ക് ഓഫ് റോഡ് കാർസ്, അതുപോലെ തന്നെ ലോ പ്രൊഫൈൽ കാർസ്, എല്ലാ വണ്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ എല്ലാ വണ്ടികളും ചെയ്യാൻ പറ്റുന്ന മോഡിഫിക്കേഷൻസും റീസ്റ്റോറേഷൻസും നമുക്ക് ഡൗൺ ടു ദി എർത്ത് എവിടം വരെ വേണമെങ്കിലും നമുക്കൊരു വാഹനത്തിനെ പണിഞ്ഞു കൊണ്ടുവരാനായിട്ട് പറ്റും. 100% നമ്മൾ ലീഗലായിട്ടുള്ള കാര്യങ്ങൾക്കാണ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആഗ്രഹപ്രകാരം നമ്മൾ കാര്യങ്ങൾ അതിൽ ചെയ്തു തരും. അതിൻ്റെ കോൺസിക്വൻസ് ശരിക്കും നേരിടേണ്ടത് നിങ്ങൾ തന്നെ ആയിരിക്കും. ഇതാണ് ശരിക്കും ഒരു ആമുഖമായിട്ട് എനിക്ക് മെറ്റൽ വില്ലയെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. എന്നെ അറിയാവുന്ന, എൻ്റെ കാര്യങ്ങൾ അറിയാവുന്ന എൻ്റെ പ്രേക്ഷകർക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. എവിടെ തുടങ്ങി എവിടം വരെ വന്നു എന്നുള്ളതിനൊക്കെ കൃത്യമായിട്ടുള്ള തെളിവുകൾ നമ്മുടെ ചാനലുണ്ട്. ഇന്ന് ഇതൊരു പാഷനപ്പുറം ഒരു ഉപജീവനം കൂടെ ആക്കിയായിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ തന്നെയാണ് ഫാബ്സ് ഓൺ വീൽസ് മെറ്റൽ വില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു സ്റ്റാർട്ടപ്പ്, അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിൻ്റെ ആ ഒരു കാര്യം തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായിട്ടുള്ള ഒരു സ്വാഗതം പറയുകയാണ്. ഇവിടുത്തെ വണ്ടികളും, ഇവിടെ ഓരോ വണ്ടികളും ഞാൻ കാണിക്കുമ്പോഴും അതിൻ്റെ വണ്ടി വന്ന കോലോ ഇപ്പോഴുള്ള കോലോ അതിൻ്റെ ആഫ്റ്റർ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറയാം. ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ ഓരോ വീക്കിലും, ഇനി എവറി വീക്കെൻഡ് നമ്മുടെ ഒരു വീഡിയോസ് വരും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഷോർട്സിലും ഒക്കെ തന്നെ ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് വരും. പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് വരുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലായിരിക്കും. ആ വീഡിയോസ് നിങ്ങൾക്ക് ലോങ് ആയിട്ട് കാണാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരോടും നമ്മൾ പറയുന്നില്ല, കാരണം കുറച്ച് നമ്മുടെ ട്യൂട്ടോറിയൽസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും ആ ഒരു വീഡിയോസിലൊക്കെ വരുന്നത്. പിന്നെ എല്ലാവരോടും എടുത്തു പറയാനുള്ള എല്ലാ വാഹനങ്ങളും നമ്മൾ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്നാലും ഔട്ടർ നമുക്ക് ഒരുപാട് വണ്ടികൾ നോർത്തിൽ നിന്നും കേരളത്തിൽ നിന്നും ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ആകെയുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ എൻ്റെ മെയിൽ ID ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും, ഇൻസ്റ്റാഗ്രാം വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മുകളിലൊരു മൊബൈൽ നമ്പർ ഓടുന്നുണ്ടാവും. സോ ആ മൊബൈൽ നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ശരിക്കും ആമുഖമായിട്ട് എനിക്ക് ഒന്നുകൂടി നിങ്ങളോട് പറയാനായിട്ടുള്ളത്. നമുക്ക് എന്തായാലും നിങ്ങൾ കാത്തിരിക്കുന്നത് ഇവിടെ ഉള്ള വർക്കുകൾ എന്തൊക്കെയാണെന്ന്, ജിപ്സിയുടെ കാര്യങ്ങൾ. ഒരാഴ്ച കൊണ്ട്, ഓൺലി 1 വീക്ക് കൊണ്ട് ഇത്രത്തോളം വർക്ക്, ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വർക്കാണ് നമുക്ക് ഇനിയും വരാനുള്ള വർക്കുകൾ നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ ഈ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ട് അത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത സ്ലോട്ട് സ്റ്റാർട്ട്, നിങ്ങൾക്കൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ നേരത്തെ എയർലി ബുക്ക് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. എല്ലാവിധ കാര്യങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എനിവേ, വെൽക്കം ടു ദ ഫാബ്സ് ഓൺ വീൽസ് മെറ്റൽ വില്ല. ഈ ഒരു വണ്ടിയുടെ ബാക്ക് പോർഷൻ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ശരിക്കും ആ ഒരു ഫ്രണ്ടിലോട്ടുള്ള പോർഷനിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം മാറ്റങ്ങൾ അതിനകത്ത് വരുത്തിയിട്ടെന്ന് അറിയാം. ഹാർഡ് ടോപ്പ് വണ്ടി ആയിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ആ ഹാർഡ് ടോപ്പ് റിമൂവ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്തതിന് ശേഷം ഒരു ജിപ്സിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ കാര്യം, നമ്മളൊരു വണ്ടി പെയിൻറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾ ആ വണ്ടിയുടെ റൈറ്റ് സൈഡിലത്തെ മഡ് ഗാർഡ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും അതിൻ്റെ ഉള്ളിലാണ് ഏറ്റവും കൂടുതൽ റസ്റ്റ് തുരുമ്പും കയറുന്നത്. അതുപോലെ തന്നെ ജിപ്സിയുടെ റണ്ണിങ് ബോർഡ്,
ഈ 4 സൈഡിലും റണ്ണിങ് ബോർഡുകൾ തുരുമ്പെടുക്കുന്നത് ശരിക്കും വണ്ടിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു സംഭവം തന്നെയാണ്. കാരണം മഴയുമായിട്ടും അതുപോലെ തന്നെ അന്തരീക്ഷമായിട്ട് ഏറ്റവും കൂടുതൽ കോൺടാക്റ്റിൽ ഏർപ്പെടുന്ന ഈ ഒരു ഭാഗങ്ങളായിരിക്കും. എല്ലാവിധ അത്യാധുനിക സാധനങ്ങൾ അല്ലെങ്കിൽ അത്യാധുനിക ടൂൾസ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ വണ്ടിയിൽ വർക്കുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓണർ സംബന്ധിച്ചോളം നമ്മൾ വണ്ടി റീസ്റ്റോർ ചെയ്തെടുക്കുക എന്നതിലുപരി ഇനി ഒരു റീസ്റ്റോറേഷന് വേണ്ടി ഈ ഒരു വണ്ടി ശരിക്കും തയ്യാറാവുന്നതല്ല. കാരണം അത്രയും പുള്ളി ഇതിനകത്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എഫോർട്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ ടീമും അതുപോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഈ ഒരു വാഹനം നിങ്ങളിപ്പോൾ ഇങ്ങനെ കാണുന്നതിൽ ഇത് കൊണ്ടുവന്നൊരു വീഡിയോ നിങ്ങൾ കാണുമ്പോഴാണ് നമ്മൾ ശരിക്കും മനസ്സിലാവും വളരെ ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടിയായിരുന്നു. അതിനുശേഷം എന്താണ് ഈ വണ്ടിയിലെ പ്രശ്നങ്ങളെന്നുള്ളതും കൂടെ ഞാൻ ആ വീഡിയോ ഇതിനകത്ത് ആഡ് ചെയ്യാം. നിങ്ങൾ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടിട്ടോ. നമുക്കൊരുമിച്ച് ഒരു യാത്ര പോയാലോ? അതെ, കൊല്ലത്തുനിന്ന് പൊൻകുന്നം വരെ നമ്മളുടെ പുതിയ അഡ്മിഷൻ, വില്ലയിലേക്കുള്ള പുതിയ അഡ്മിഷൻ എടുക്കാൻ നമുക്ക് പൊൻകുന്നം വരെ ഒന്ന് പോവാം. പൊൻകുന്നത്തെത്തി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തപ്പോൾ നല്ല ഉഗ്രം നാടൻ പാട്ട് നടക്കുന്നത് കണ്ടു. അവിടെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴത്തേക്ക് പിള്ളേർ വണ്ടിയായിട്ട് വന്നു. ആക്ച്വലി ഫുൾ റീസ്റ്റോറേഷൻ ഉള്ളൊരു വണ്ടി തന്നെയാണ്. ഇതിൻ്റെ ഓണർ UAE-ലാണ്. ആളുടെ ഫ്രണ്ടിൻ്റെ കയ്യിലാണ് വണ്ടി കൊടുത്തു വിട്ടത്. അതോടൊപ്പം തന്നെ കുറേ സാധനങ്ങൾ ആളുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പെയിൻ്റൊക്കെ തന്നെ UAE നിന്ന് തന്നെയാണ് കൊടുത്തു വിട്ടിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ആളുടെ ഫ്രണ്ട് തന്നെ കാണിച്ചു തരുന്നുണ്ട്. വണ്ടി ഒരു രക്ഷയില്ല, നൈസാണ്. കുറച്ച് അഡീഷണൽ മോഡിഫിക്കേഷൻസ് ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇവനെ ഈ ഒരു രീതിയിലല്ല കാണാൻ പോകുന്നത്, വേറൊരു രീതിയിലായിരിക്കും. അങ്ങനെ ഞങ്ങൾ പെട്രോളൊക്കെ ഫിൽ ചെയ്തിട്ട് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. അതെ, ഈ യാത്രയെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ പ്രൊഫഷൻ ആക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടം ഉണ്ടല്ലോ, ആ ഒരു ജീവിതയാത്രയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മെറ്റൽ വില്ലേജിലൊക്കെ ഉള്ള ഏകദേശം കുറേ വണ്ടികൾ നമ്മൾ ഇതുപോലെ എത്തിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു യാത്ര വളരെ രസമായിരുന്നു. അതുപോലെ വളരെ ഷോർട്ട് ടൈമിലായിരുന്നു. രാത്രി നല്ലൊരു കട്ടണൊക്കെ അടിച്ച് നൈസിനിങ്ങനെ എല്ലാവരും ഉറങ്ങുമ്പോൾ നമ്മൾ മാത്രം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. വണ്ടി അങ്ങനെ നമ്മുടെ വില്ലയിലെത്താറായി. വില്ലയിലെത്തിച്ച് ഏകദേശം 2 മണിയോട് അടുക്കുന്നു. വില്ലയിലെത്തിച്ചതിന് ശേഷം നൈസായിട്ട് വണ്ടിയും കയറ്റിക്കിട്ട് അന്ന് വെളുപ്പിനെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവണമെന്നില്ല. നിങ്ങളീ കാണുന്ന ഈ പീസുകളെല്ലാം തന്നെ നമ്മൾ ബോഡി ചെയ്തു വെച്ചതാണ്. ഈ ഒരു പീസുകളൊക്കെ നമ്മൾ കംപ്ലീറ്റ്ലി ബോഡി ചെയ്ത് വെച്ച ഭാഗങ്ങളാണ് നിങ്ങളീ കാണുന്നത്. കാരണം ആ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗത്തുനിന്ന് വണ്ടിക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ പാച്ച് വർക്കർ പിടിച്ച് വലിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഡോറും ആ ഒരു സൈഡെല്ലാം ചേർത്ത് വണ്ടിക്ക് ഒരു ഹിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഹിറ്റ് നമ്മൾ ക്ലിയർ ആക്കിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ബോഡീസ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും എന്താണ് മാരുതി ജിപ്സി ജിമിനിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ ചോദിക്കുമല്ലോ. മാരുതി ജിപ്സിയിൽ ഇങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കയറ്റിയിട്ട് റെഡി ആയിട്ട് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഒരു ജിമ്നിക്കകത്ത് ആ ഒരു കോസ്റ്റ് ശരിക്കും കയ്യിൽ നിൽക്കുന്നതായിരിക്കത്തില്ല. സോ ജിപ്സിയെ സംബന്ധിച്ചോളം ലെസ് മെയിൻ്റനൻസും എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതിനുള്ള എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മുടെ കയ്യിലുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വണ്ടിയുടെ എല്ലാ സ്പെയർ പാർട്സും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനി ഏത് തരത്തിലുള്ള വണ്ടി കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ന്യൂ ആക്കി മാറ്റാനായിട്ട് പറ്റും. ഈ ഒരു വണ്ടിയുടെ കംപ്ലീറ്റ് ചെയ്ത വീഡിയോ നമ്മുടെ നെക്സ്റ്റ് അല്ലെങ്കിൽ 1-2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത വീഡിയോ കൂടെ ആഡ് ചെയ്തിട്ട് ഓരോ പരമ്പരയായിട്ടായിരിക്കും വീഡിയോസ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ,
നമ്മളപ്പോൾ ആ ഒരു ഹാർട്ട് ഓഫ് ജിപ്സിയുടെ കാര്യം കണ്ടു. അപ്പോൾ എൻ്റെ ലെഫ്റ്റിലുള്ളത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടൊരു കസ്റ്റമറിൻ്റെ വണ്ടി തന്നെയാണ്. ട്രാൻഡറിൽ നിന്ന് വന്നതാണ്. ആൾ ഫോട്ടോഗ്രാഫറാണ്. ആക്ച്വലി ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു വണ്ടിയുടെ ഈ കോലം നിങ്ങളിപ്പോൾ കാണുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് അത്ഭുതം തോന്നും, എന്താണ് ഈ വണ്ടി സംഭവിച്ചത്. ഒരിക്കലും ഒരു വണ്ടിയെ കണ്ടിട്ട് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്കൊരു എസ്റ്റിമേറ്റോ അങ്ങനെ പറയാൻ പറ്റത്തില്ല. വണ്ടി വന്ന കോലം കണ്ട അടിപൊളിയായിരുന്നു. പക്ഷെ നമ്മൾ എത്രത്തോളം ഇതിനകത്ത് പാച്ച് വർക്ക് ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു പ്രൈമറൊക്കെ അടിച്ചിട്ടിരിക്കുന്നത് കംപ്ലീറ്റ് നമ്മൾ പാച്ച് വർക്ക് ചെയ്ത ഭാഗങ്ങളാണ്. ആ ഒരു വണ്ടിയാണ് ഇപ്പോൾ രണ്ടാമതായിട്ട് നമുക്ക് റിസ്റ്റോറേഷൻ കിടക്കുന്നത്. ഈ ഒരു രണ്ട് വണ്ടികൾ ഓൾമോസ്റ്റ് സെയിം ടൈമിൽ തന്നെ ഇറങ്ങുകയും ചെയ്യും. ബാക്കിയുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നിങ്ങൾ കണ്ട വണ്ടി ആ ഹാർട്ട് ടോപ്പ് വണ്ടിയിൽ നമ്മൾ ശരിക്കും അതും വർക്കൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ വന്നിട്ട് നമ്മൾ മൊത്തം ഇളക്കി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ വർക്കുകൾ വന്നത്. അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളൊക്കെ നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ അത്രയും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും പാച്ച് വർക്ക് ഇതിനകത്തുണ്ടാവും. കാരണം നമ്മൾ ഓരോ അവസ്ഥയിലോട്ടും ചെല്ലുമ്പോഴാണ് ജിപ്സിയുടെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ജിപ്സികളുടെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും വണ്ടിയുടെ റേറ്റ് ഇങ്ങനെയാണോ. നമ്മൾ ആ വണ്ടിയായിട്ട് ഒരു വർക്കിന് വേണ്ടിയിട്ട് ചെല്ലുമ്പോൾ ഏതെങ്കിലും ഒരു പാർട്ട് ഊരുമ്പോൾ മാത്രമേ കാണത്തുള്ളൂ. നമ്മൾ ജിപ്സിയിലെല്ലാവരും ശരിക്കും നമ്മളിതാ ഈ ഭാഗം എങ്ങനെയാണ് ഇവിടെ എന്തുകൊണ്ട് നമ്മൾ പണിയുന്നുള്ള എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കേസാണ്. വണ്ടിയുടെ ഈ ഭാഗത്തൊക്കെ നമുക്ക് റെസ്റ്റ് വന്ന് നിറയാനുള്ള ഒരു ചാൻസ് ഉള്ള സ്ഥലമാണ്. നമ്മൾ ഉറപ്പായിട്ട് വണ്ടി ചെയ്യുന്ന സമയത്ത് ക്ലീനായിട്ട് ഈ ഭാഗങ്ങൾ ക്ലിയർ ആക്കി നിങ്ങൾ ഡാഷ്ബോർഡ് ഊരി വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള റെസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വണ്ടിയുടെ ആദ്യ ഭാഗത്ത് നിങ്ങൾ വീഡിയോയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഒരു റെസ്റ്റും ഇല്ലാതെ ക്ലീൻ വണ്ടിയായിരുന്നു. ആ ഒരു വണ്ടിയാണ് നമ്മളിതാ ഇങ്ങനെ ഈ ഒരു കണ്ടീഷനിലാക്കി നമ്മൾ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്ത് ക്ലിയർ ആക്കിയെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങൾ ക്ലിയർ ആയി പോവുള്ളൂ. വണ്ടിയുടെ മെയിനായിട്ടും വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ മഡ് ഗാർഡിൻ്റെ ഉള്ളിൽ നമുക്ക് റസ്റ്റ് കയറും. ഇത് എപ്പോഴും നമ്മൾ ഊരിയിട്ട് വേണം പെയിൻറ്റ് ചെയ്യാൻ. അതോടൊപ്പം തന്നെ ഈ റണ്ണിംഗ് ബോർഡ് കംപ്ലീറ്റ് നമ്മൾ ഉണ്ടാക്കി വെച്ച റണ്ണിംഗ് ബോർഡാണ്. ഈ റണ്ണിംഗ് ബോർഡിലെല്ലാം തന്നെ നല്ല രീതിയിൽ തുരുമ്പ് കയറും. നമ്മളത് ഇനിയിപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഇത് ചെയ്യേണ്ട കുറച്ച് രീതികളുണ്ട്. നമ്മൾ വെള്ളം ഇൻടേക്ക് പോവാതിരിക്കാൻ വേണ്ടി തന്നെയുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു വണ്ടി നമ്മൾ കംപ്ലീറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ അത് ചെയ്യുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ എല്ലാവരും പാച്ച് വർക്ക് ചെയ്യും, നമ്മളും ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളെപ്പോഴും നമ്മൾ പാച്ച് വർക്ക് ചെയ്ത ഭാഗങ്ങൾ തുരുമ്പെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ളൊരു ട്രേഡ് സീക്രട്ട് ഉണ്ട്. ആ ഒരു സീക്രട്ട് നമ്മുടെ ഒരു ഓയിലുണ്ട്. ആ ഓയിൽ നമ്മൾ ഇതിൽ ശരിക്കും ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വണ്ടി പെയിൻറ്റിങ്ങിലോട്ട് പോകുന്നത്. കാരണം ആ ഓയിൽ ചിലപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് പഴയ SSITയുടെ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും. എന്നാൽ തന്നെ അത് വളരെ ഫലവത്തായ ഒരു സാധനം തന്നെയാണ്. കുറച്ച് പേർക്കൊക്കെ അറിയാം. നമ്മളെ എല്ലാ പാച്ച് വർക്ക് ചെയ്യുന്ന വണ്ടിയിലും നമ്മൾ ബോഡി പണിയുന്ന എല്ലാ വണ്ടികളിലും നമ്മൾ ആ ഒരു സാധനം യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഒരു ട്രേഡ് സീക്രട്ടായിട്ട് നമ്മുടെ ക്വാളിറ്റി ആയിട്ടും വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത്രത്തോളം രീതിയിലാണ് വളരെ ഇൻഡെപ്തായിട്ടാണ് എപ്പോഴും നമ്മൾ വാഹനങ്ങൾ റീസ്റ്റോർ ചെയ്യാറുള്ളത്. അതോടൊപ്പം തന്നെ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല വണ്ടിയെക്കുറിച്ച് അറിയാനും വണ്ടിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത് വണ്ടി കണ്ടതിന് ശേഷം മാത്രം സംസാരിക്കുക. അതോടൊപ്പം തന്നെ നല്ല വണ്ടികൾക്ക് അതിനനുസരിച്ചുള്ള വില വരും, നോർമൽ വണ്ടികൾക്ക് റേറ്റ് കുറയും. അപ്പോൾ റേറ്റ് കുറഞ്ഞ് കിട്ടിയെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റട്ടെ. കാരണം ഒരു വട്ടം വർക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി മൊത്തം ഇളക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് വണ്ടിയെക്കുറിച്ച് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. ഒരു ജിപ്സിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും നമ്മൾ വാഹനം വാങ്ങുമ്പോൾ ശരിക്കും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് നോക്കാനായിട്ടുണ്ട്. റണ്ണിംഗ് ബോർഡ്, അതോടൊപ്പം തന്നെ വണ്ടിയുടെ കാര്യം. പിന്നെ ഈ ഒരു പ്രശ്നങ്ങൾ വന്നെന്ന് പറഞ്ഞ് നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു ആവശ്യമില്ല. കാരണം ഈ ഒരു വൺസ് ഇത് ഒന്ന് റീസ്റ്റോർ ചെയ്ത് എടുത്തു കഴിഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നങ്ങളും വണ്ടിക്കത്തില്ല. വിരലിലെണ്ണാവുന്ന തരത്തിലുള്ള ചിലവുകൾ മാത്രമേ നമുക്ക് വാഹനങ്ങൾ വരാനുള്ളൂ. നല്ലൊരു മെക്കാനിക്ക്, നല്ലൊരു പാച്ച് വർക്ക്, നല്ലൊരു ഡെൻഡർ, നല്ലൊരു ഷോറൂമാണ് നിങ്ങൾക്കിത് ചെയ്തു തരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നല്ല രീതിയിൽ ഉള്ളൊരു ഗ്യാരേജാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് അതിൽ വിഷമിക്കേണ്ടി വരത്തില്ല. സോ ഇങ്ങനെയുള്ള വർക്കുകളാണ് നമ്മൾ ഫാബ്സോൺ വീൽസ് മെറ്റൽ വില്ലേജ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള രണ്ടാമത്തെ വണ്ടിയാണ്. ഇതും കംപ്ലീറ്റ് റീസ്റ്റോറേഷൻ ആണ്. ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു വണ്ടി കിടക്കുന്നത്. ഇതിൻ്റെ വർക്കുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. മെക്കാനിക്കൽ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ബോഡി വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് സോഫ്റ്റ് ടോപ്പ് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട് ഓരോ വീക്കിലും ഓരോ വീഡിയോസോ അല്ലെങ്കിൽ ഓരോ വീക്കെൻഡിൽ നമ്മൾ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ഓരോ വണ്ടിയുടെയും വർക്കിൻ്റെ പ്രോഗ്രഷൻ എന്താണെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് വർക്കിനെ ഒന്ന് അനലൈസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നിങ്ങളുടെ ഡിയർ വൺസ് അല്ലെങ്കിൽ നിങ്ങളുടെ കാർ ഡ്രീംസ് ശരിക്കും നടത്താനുള്ള അല്ലെങ്കിൽ കാർ ഡ്രീംസ് ഹാപ്പൻ ചെയ്യാനുള്ള ഒരു സ്ഥലം കൂടിയാണ് ഫാബ്സോൺ വീൽസ് മെറ്റൽ വില്ല.
നമ്മൾ ഒരു ജിപ്സി വാങ്ങുമ്പോൾ വണ്ടി നമ്മൾ പെയിൻറ്റിങ്ങിന് വേണ്ടി ഊരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇതിൻ്റെ റണ്ണിങ് ബോർഡും ഈ ഒരു മഡ് ഗാർഡും. നമ്മൾ ആദ്യം വലിച്ചൂരുന്ന ഈ ഒരു ഭാഗമായിരിക്കും. എല്ലാ വണ്ടിയുടെ അവിടെ റെസ്റ്റഡ് ആയിരിക്കും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗം നമ്മൾ പണിഞ്ഞു വെച്ചതാണ് ഈ ഒരു വണ്ടിയിൽ. ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും എല്ലാം ഈ പ്രൈമർ കാണുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ മാർക്ക് ചെയ്തിരിക്കും. നമ്മൾ പാച്ച് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രൈമർ അടിച്ച ഭാഗങ്ങളാണ് നിങ്ങൾ ഈ ഒരു വണ്ടിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വണ്ടിയുടെ കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. നമുക്ക് അടുത്ത വണ്ടി ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഹാർഡ് ടോപ്പും സോഫ്റ്റ് ടോപ്പും ജിപ്സിയുടെ റീസ്റ്റോറേഷൻ കണ്ടു. ഇത് നമ്മുടെ ഗ്യാരേജിലുള്ള മൂന്നാമത്തെ റീസ്റ്റോറേഷൻ വണ്ടിയാണ്. പക്ഷേ പറയുന്നതിലൊരു തിരുത്തുണ്ട്. ഏറ്റവും ആദ്യം റീസ്റ്റോറേഷൻ വന്നതും ഈ ഒരു വണ്ടി തന്നെയാണ്. നമ്മുടെ ഗ്യാരേജ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് കിട്ടിയൊരു വർക്കാണിത്. ഏകദേശം 8 മാസമായിട്ട് ഞാനിത് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കംപ്ലീറ്റ് റീസ്റ്റോറേഷനാണ്. അതിനിടയ്ക്കിട്ടാണ് നമ്മൾ ഗ്യാരേജ് മാറിയതും ചേഞ്ച് ആക്കിയതും നമ്മുടെ ഗ്യാരേജിൻ്റെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വർക്കുമായിട്ട് ബന്ധപ്പെട്ട് മുടക്കുകൾ വന്ന് അങ്ങനെ കുറച്ച് ഡിലേ ആയ ഒരു വർക്കാണ്. എന്തായാലും ഈ ഒരു മാസം ഈ ഒരു വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു വണ്ടിയുടെ വർക്ക് എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഫുള്ള് റീസ്റ്റോർ ചെയ്യുക, അതോടൊപ്പം തന്നെ ഇളക്കി ഫുള്ള് പെയിൻറ്റ് ചെയ്യുക, എഞ്ചിൻ്റെ പരിപാടികൾ അല്ലെങ്കിൽ ബാക്കിയുള്ള മെക്കാനിക്കൽ കാര്യങ്ങളൊക്കെ നോക്കുക, വണ്ടി കംഫർട്ടാക്കി കസ്റ്റമറിന് തിരിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരു കമ്മിറ്റ്മെൻറ്റ്. നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും മൂത്തതും അല്ലെങ്കിൽ ഏറ്റവും എൽഡറായിട്ടുള്ളൊരു വണ്ടിയും അതോടൊപ്പം തന്നെ പെട്ടെന്ന് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു വണ്ടി തന്നെയാണ് ഈ ഒരു വണ്ടിയും. നമ്മൾ ഉടനെ തന്നെ കൊടുക്കുന്നതാണ്. ശരിക്കും ഇത് റീസ്റ്റോർ ചെയ്തിട്ട് ഉടനെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഏകദേശം 3 വണ്ടികളുടെ റീസ്റ്റോറേഷനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ മറ്റേ വണ്ടി ചെയ്തതിന് ശേഷം ഉടനെ നമ്മൾ ഈ ഒരു വണ്ടിക്കകത്തോട്ട് തന്നെ കയറുന്നതാണ്. ഈ ഒരു വണ്ടിക്കകത്ത് വേറെ പാച്ച് വർക്കോ കാര്യങ്ങളൊന്നുമില്ല. ഇനി പെയിൻറ്റിങ്ങിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു ആദ്യം കാണിച്ചിരിക്കുന്ന 2 വണ്ടി നെക്സ്റ്റ് പോകാൻ പോകുന്നു ഫിറ്റിങ്ങിലോട്ടും പെയിൻറ്റിങ്ങിലോട്ടുമാണ് പോകാൻ പോകുന്നത്. ഇനി ഏകദേശം 5 or 6 വണ്ടികളോളം തന്നെ ഒരേ സമയം കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മുടെ ഗ്യാരേജിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ ഏകദേശം 4ഓളം വണ്ടികൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിൽ 3 വണ്ടിയിൽ കംപ്ലീറ്റ് നമ്മൾ വർക്കും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടായിട്ട് പോകുന്നു. ഇനി അടുത്ത ആഴ്ച മുതൽ ഒരു വർക്ക് ഇത് ഏകദേശം ആദ്യം കാണിച്ച വണ്ടികളുടെയൊക്കെ വർക്ക് ഉടനെ തന്നെ കംപ്ലീറ്റ് ആവും. ഇനി അടുത്ത ആഴ്ച മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു വണ്ടി കൂടെ നിങ്ങൾ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ 2 തരം ജിപ്സികൾ നിങ്ങൾ കണ്ടു. അപ്പോൾ റാലി ക്യാബിൻ ജിപ്സിയും ഇത് തന്നെയാണ്. ഇതാണ് റാലി ക്യാബിൻ ജിപ്സി എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ കാണിക്കാനുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്ത വണ്ടിയിലോട്ട് പോകാം. അപ്പോൾ ബാക്കിയുള്ള 3 വാഹനങ്ങൾ നിങ്ങൾ കണ്ടപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എൻ്റെ ബാക്കിൽ ഇപ്പോൾ ഉള്ള ഈ ഒരു വണ്ടി എന്ന് പറയുമ്പോൾ ശരിക്കും ഇമോഷണലി ഞാനോട്ട് ഒരുപാട് കണക്റ്റഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ്. ഈ ഒരു വണ്ടി കണ്ടിട്ടുള്ള ആൾക്കാർ, നമ്മുടെ ചാനൽ ഈ ഒരു വാഹനത്തെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയ ഉള്ള ആൾക്കാർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാവുന്നവർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അതിനകത്ത് ഏകദേശം നന്നായിട്ട് അത് ഗസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. ഉറപ്പായിട്ടും ആ ഗിഫ്റ്റ് നിങ്ങളെ തേടുത്തേണ്ടത് ഫസ്റ്റ് കമൻറ്റിനാണ് ആ ഗിഫ്റ്റ് വരുന്നത്. ഈ ഒരു വാഹനത്തിനെ നിങ്ങൾക്ക് ഞാൻ വഴി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വാഹനം എന്നായിരുന്നു, ഇതിൻ്റെ ടാഗ്ലൈൻ എന്തായിരുന്നു എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്ന ഫസ്റ്റ് കമൻറ്റിന് ഉറപ്പായിട്ടും ഒരു ഗിഫ്റ്റ് ഫാബ്സോൺ വീൽസിൻ്റെ ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഫൈൻ. ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ പോലെ എന്നോട് അത്ര ഇമോഷണലി കണക്റ്റഡ് ആയിട്ടൊരു വണ്ടിയായിരുന്നു. ഞാൻ ഇതിനകത്ത് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആൾ റീസ്റ്റോർ ചെയ്ത വണ്ടിയായിരുന്നു. കാർബറേറ്റർ ജിപ്സി ആയിരുന്നു. ഈ ഒരു വാഹനം ആളുടെ ഒരു പ്രത്യേക അവസ്ഥയിൽ ആൾ സെയിൽ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഈ വാഹനം കേരളത്തിലുള്ള അത്യാവശ്യം എല്ലാ ഓണേഴ്സിൻ്റെ അടുത്ത് പോവുകയും കറങ്ങി തിരിഞ്ഞ് നമ്മുടെ അടുത്ത ഒരു ഫോളോവറിൻ്റെ അടുത്ത്, എൻ്റെ അടുത്ത ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു ബ്രദറിൻ്റെ അടുത്ത് ഈ വണ്ടി എത്തിച്ചേരുകയും വണ്ടി വീണ്ടും ബാക്ക് ടു ദ ഹോം, ബാക്ക് ടു ദ ഡെൻ എന്നൊക്കെ പറയുന്ന പോലെ ഫാബ്സോൺ വീൽസ് മെറ്റലിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ശരിക്കും ഇവൻ്റെ ശാപമോക്ഷമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കംപ്ലീറ്റ്ലി എൻജിൻ റീടൂൺ, അതോടൊപ്പം തന്നെ എൻജിൻ റീബിൽഡ്, അതുപോലെ തന്നെ ബോഡി വർക്ക് എല്ലാം ഉണ്ട്. കാരണം അത്രത്തോളം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് റീസ്റ്റോർ ചെയ്തൊരു വണ്ടിയായിരുന്നു. ഞാൻ അത്രയും പവർഫുള്ളായിട്ട് എനർജറ്റിക് ആയിട്ട് ചെയ്തിരുന്നൊരു എപ്പിസോഡായിരുന്നു ഈ ഒരു വണ്ടിയായിട്ട്. ആലോചിക്കുമ്പോൾ ശരിക്കും നല്ല വിഷമമുണ്ട്. ഒരു വണ്ടി ഭ്രാന്തൻ എന്ന നിലയും വണ്ടിയെ സ്നേഹിക്കുന്ന ഒരു കാർ എന്ന നിലയിലും നല്ല വിഷമമുണ്ട് ഇവനെൻ്റെ ബാക്കിൽ കിടക്കുന്ന കാണുമ്പോൾ. പക്ഷേ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരികയാണ്, ഈ ഒരു വണ്ടി അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ എത്തിക്കും. അപ്പോൾ ഏകദേശം 4 വാഹനങ്ങൾ ഇതിനകത്ത് തന്നെ ഇപ്പോൾ കിടപ്പുണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ എൻ്റെ സ്വന്തം വണ്ടിയും ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. 4 വണ്ടി ഗ്യാരേജിനുള്ളിൽ, 1 വണ്ടി പുറത്തും, ഇതിനുള്ളിൽ ഒരു ഗ്രാൻഡ് വിറ്റാരയും കൂടെ കിടപ്പുണ്ട്. ആ ഒരു വാഹനത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിൽ സോഫ്റ്റ് ടോപ്പ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത് രജിസ്ട്രേഷനിലോട്ട് പോവുകയാണ്, തമിഴ്നാട്ടിലോട്ട് ഈ ഒരു വണ്ടി പോവുകയാണ്. അതിനുവേണ്ടിയിട്ടുള്ള മെക്കാനിക്കലി ബോഡി വർക്ക് എല്ലാ കാര്യങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും ഈ ഒരു വണ്ടി ഡെലിവറി ചെയ്യാൻ പോകുന്നു. വളരെ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ, കുറഞ്ഞ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഈ ഒരു വാഹനവും നിരത്തിൽ ഓടുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും. നമുക്ക് ഒരു വണ്ടിയുടെ കണ്ടതിന് ശേഷം വേറെ കുറച്ച് പൊതുവായ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തുവച്ച എൻ്റെ സർപ്രൈസ്, സോൾജറിന് ശേഷം സിവിക്കിന് ശേഷം പിന്നെ ആരാ എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ടായിരുന്നു. ഫാമിലിക്ക് കംപ്ലീറ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുകയും അത്യാവശ്യം 10-12 മൈലേജും ഏത് ഓഫ് റോഡും ഒരു മടിയില്ലാതെ
ധൈര്യത്തിൽ ചാടി കയറി പോകാൻ പറ്റുന്നതും ഒരു JDM ആയിട്ടുള്ള ഒരേ ഒരു വണ്ടി ഗ്രാൻഡ് വിറ്റാര മാത്രമാണ്. ഈ ഒരു ഗ്രാൻഡ് വിറ്റാര ഒരു വട്ടം ഒരു വീഡിയോയിൽ നിങ്ങളോട് ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാം. നമ്മുടെ ഗ്രാൻഡ് വിറ്റാര ഒരു റീസ്റ്റോറേഷന് അതായത് മഴ പെയ്യുന്ന കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയാണ് ഇവിടെ നമ്മുടെ ഗ്യാരേജിൽ ഇപ്പോൾ ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ബാക്കി വണ്ടികളൊക്കെ പണിയുന്നതിനിടയ്ക്കൂടെ നമ്മുടെ സ്റ്റാഫിന് സമയമുള്ള സമയത്താണ് ഇതിൻ്റെ റീസ്റ്റോറേഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ കുറേ പാർട്സുകൾ നമുക്ക് ദുബൈയിൽ നിന്ന് വരാനായിട്ടുണ്ട്. ആ പാർട്സുകളൊക്കെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഫ്രണ്ട് എത്തിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ പാർട്സൊക്കെ വരുന്നതിന് മുറയ്ക്ക് തന്നെ നമ്മൾ ഇതിൻ്റെ റീസ്റ്റോറേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഏകദേശം തന്നെ ഇതിൻ്റെ ഉള്ളിൽ 4-5 വണ്ടികളുടെ റീസ്റ്റോറേഷൻ, 6 വണ്ടികൾ കംപ്ലീറ്റ് ആയിട്ട് റീസ്റ്റോറേഷൻ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി നമ്മളുടെ റൂഫിനുണ്ട്. അതോടൊപ്പം തന്നെ കംപ്ലീറ്റ്ലി പെയിൻറ്റിങ്ങും ഡെൻറ്റിങ്ങും ബോഡി വർക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ബാക്ക്ലോഡ് സ്പേസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ബാക്കിൽ ഇനിയിപ്പോൾ നമ്മൾ സെറാമിക്കിൻ്റെയും ഗ്രഫൈൻ കോട്ടിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ജിപ്സിയിൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. ലാസ്റ്റ് സോൾജർ അപ്ഡേറ്റ് ചെയ്തെടുത്ത് നിന്ന് മുന്നോട്ടാണ് നമ്മൾ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു കാരണവശാലും ക്വാളിറ്റിയിലോ നമ്മളുടെ മേക്കിങ്ങിലോ ഒന്നും യാതൊരുവിധ പ്രശ്നമില്ലാത്ത തരത്തിൽ തന്നെയായിരിക്കും നമ്മൾ വണ്ടികൾ ചെയ്തിറക്കാനായിട്ട് പോകുന്നത്. ജിപ്സിയെ സംബന്ധിച്ചോളം ഒരു 360 സൊല്യൂഷൻ തന്നെയാണ് നിങ്ങൾക്ക് നമ്മൾ തരാൻ പോകുന്നത്. ശരിക്കും ഗ്രാൻഡ് വിറ്റാര GB റീബോൺ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പ്രോജക്റ്റാണ്. ഗ്രാൻഡ് വിറ്റാരയിൽ നമ്മൾ അതിന് പേര് നെയിമിംഗ് ചെയ്തിരിക്കുന്ന GB റീബോൺ എന്നുള്ളതാണ്. നമ്മൾ ഒരുപാട് വലിയ യാത്രകൾ വരുമ്പോൾ നമ്മൾ വിറ്റാരയുടെ ഹെൽപ്പ് നേടും. നമ്മൾ പുറത്തോട്ട് പോകും. ജിപ്സി പറ്റുന്നിടത്തോളം നമ്മൾ ട്രാവൽ ചെയ്യും, സോൾജറിനെ കൊണ്ടുപോകും. പക്ഷേ സോൾജറിനെ സംബന്ധിച്ചോളം എന്നെ അത്രയധികം ബുദ്ധിമുട്ടിച്ചൊരു വണ്ടി വേറെ ഇല്ല. എനിക്ക് അത്രയധികം ഞാൻ ഹൃദയം കൊടുത്ത് സ്നേഹിക്കുന്ന വണ്ടിയും വേറെ. കാരണം അവൻ എത്രത്തോളം എന്നെ ബുദ്ധിമുട്ടിക്കുന്നു അത്രത്തോളം സ്നേഹമാണ് എനിക്ക് അവനോട്. പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആ ഒരു പാഷൻ അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം നിറഞ്ഞു വരും. കാരണം നീ കണ്ടതെന്താണെന്ന് പറ. അവൻ റോഡിലോടുന്നതിനേക്കാൾ കൂടുതൽ സമയം അവൻ വിശ്രമത്തിലാണ്. കാരണം വേറൊന്നുമല്ല, എനിക്ക് അവനെ കൂടെ എപ്പോഴും കാണണം, കണ്ടുകൊണ്ടിരിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് എപ്പോഴും തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഫീലിങ്സിന് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതൊക്കെയാണ് ഫാബ്സ് ഓൺ വീൽസ് മെറ്റൽ വില്ലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയങ്ങളായി. അതോടൊപ്പം തന്നെ ഒരുപാട് ഇൻഡെപ്ത് ആയിട്ട് ഞാൻ GB റീബോണിനെ കുറിച്ച് പറയുന്നില്ല. വരാനുള്ള പ്രൊജക്റ്റാണ്. അത് സംഭവിക്കട്ടെ. നിങ്ങളിലൂടെ തന്നെ എല്ലാ ആഴ്ചയിലും ഇതുപോലത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. മാക്സിമം നിങ്ങളോട് വീഡിയോ എത്തിക്കും. ഈ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മളിപ്പോൾ പ്രൊഫഷണലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഗ്യാരേജിൽ റീസ്റ്റോറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ സ്പെയർ പാർട്സൊക്കെ കളക്ട് ചെയ്യണം, ഒരുപാട് യാത്രകൾ ചെയ്യണം, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണം, ഇവരുടെ കാര്യങ്ങൾ നോക്കണം. ഇതെല്ലാം പ്രശ്നങ്ങളുണ്ട്. ഇത് മാത്രമല്ല, ഹാർഡ് ടോപ്പുകൾ വരുന്നുണ്ട്. ജിപ്സിയുടെ ഹാർഡ് ടോപ്പുകൾ ഇതെല്ലാം ചെയ്ത് റെഡിയാക്കി കൊണ്ടുവരുമ്പോൾ ചില്ലറ പരിപാടിയല്ല. ഞാൻ ഒരാൾ മാത്രമാണ്. എൻ്റെ കൂടെ എൻ്റെ ബ്രദേഴ്സും ബാക്കി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരെല്ലാവരും വർക്കിംഗ് ആണ്. അപ്പോൾ നമ്മളുടെ ഒരു ബ്രെയിൻ ഇതിൻ്റെ പുറകിലെല്ലാം ഓടണം. അപ്പോൾ എല്ലായിടത്തും ഓടിയിട്ട് അങ്ങനെ എത്തുന്നില്ല. മാക്സിമം സമയം കാര്യങ്ങളൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ എത്തിക്കും. ഉറപ്പായിട്ടും ചാനലിൽ നിന്നോ ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ ഒന്നും നമ്മൾ പുറത്തോട്ട് പോകത്തില്ല. നമ്മൾ ചെയ്യുന്ന വർക്കുകളുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നിത്യമായിട്ടും സ്റ്റോറിയിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. യൂട്യൂബിൽ എന്നെ കാത്തിരിക്കുന്ന ആ ഒരു പ്രേക്ഷകരുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇടയ്ക്കെങ്കിലും വീക്കിലി ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. ഇൻ കേസ് വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, തൊട്ടടുത്ത ദിവസങ്ങളിലെങ്കിലും വരും. പിന്നെ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു സംശയമുണ്ട്. ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. വേർ ഈസ് SSIT? എല്ലാവരും എന്നോട് ചോദിക്കുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, വേർ ഈസ് SSIT? ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഒരു ഉറപ്പ് തരികയാണ്. 4 വർഷത്തിന് മേളിലായി ആ വണ്ടി റീസ്റ്റോർ ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും എന്ന് പറയുന്നു. നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും വാഹനങ്ങൾ അല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ എനിക്ക് പറ്റുമെങ്കിൽ എനിക്കൊരു SSIT റീസ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് ആലോചിച്ച് നോക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം വളരെ നിസ്സാരമായിട്ടുള്ള സംഭവമാണ്. ഇനി എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് അത് റീസ്റ്റോർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാത്തത്. ഓൾമോസ്റ്റ് അതിൻ്റെ റീസ്റ്റോറേഷൻ എൻഡിങ്ങിലായിട്ടുള്ള വക്കിലാണ്. വളരെ കുറഞ്ഞ കാലങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ഗ്യാരേജിൽ നിന്ന് തന്നെ SSITയുടെ ശരിക്കും നിങ്ങൾക്ക് സസ്പെൻസ് തരാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അതെന്തോ എനിക്ക് സസ്പെൻസ് തരുന്ന അത്ര താല്പര്യമുള്ള കേസല്ല. നിങ്ങൾക്ക് SSIT റീസ്റ്റോർ ചെയ്ത് ഡെലിവറി വീഡിയോ നിങ്ങളെ ഞാൻ കാണിക്കുന്നുള്ളത് എൻ്റെ വാക്കാണ്. പലരും എന്നോട് ചോദിച്ചു, ചേട്ടാ വിറ്റോ? ഒരിക്കലും ഇല്ല. കാരണം അത് വിൽക്കേണ്ട ആവശ്യം ഞങ്ങൾ 3 ഫ്രണ്ട്സ് ചേർന്ന് എടുത്ത വണ്ടിയാണ്. ഞങ്ങൾ അത്രത്തോളം പണിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും SSIT നിങ്ങളുടെ മുമ്പിൽ റീസ്റ്റോർ ചെയ്ത് നമ്മൾ എത്തിക്കും. അത് 100% കൺഫേം ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റുകൾ നമ്മൾ ഇൻസ്റ്റയിൽ നമ്മൾ ഒരുപാട് അപ്ഡേറ്റുകൾ സ്റ്റോറിയൊക്കെ ഇടുന്നുണ്ട്. ഒരു ടർബോ പ്രോജക്റ്റ് വരുന്നുണ്ട്. ജിപ്സിയുടെ കോയിൽ സ്പ്രിംഗ് കൺവേർഷൻ വരുന്നുണ്ട്.
കണ്ടുപിടിക്കാനായിട്ട് നമ്മളുടെ മുമ്പിൽ ഉത്തരവില്ലാഞ്ഞായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. നിങ്ങളുടെ എന്ത് കാര്യങ്ങളും എന്നെ സംബന്ധിച്ചോളം എൻ്റെ നിഘണ്ടുവിൽ നോ എന്ന് പറഞ്ഞൊരു വേർഡ് ഇല്ല. എന്ത് കാര്യം വേണം വേറൊരാൾ നിങ്ങൾക്ക് ചെയ്തു തരാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അതും അതിനും ഒരു പടി മുകളിൽ നമുക്ക് ചെയ്തു തരാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അതിനു വേണ്ടിയിട്ട് രാവും പകലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ എൻ്റെ ഈ ഒരു ഫെസിലിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ഏത് കടൽ കടന്നും എന്ത് സ്പെയറും നമ്മളിവിടെ എത്തിക്കും. നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കണം എന്നൊരു വിൽ പവർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഫാബ്സോൺ വീൽസ് നമ്മുടെ ഈ കംപ്ലീറ്റ് ക്രൂ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യും. വാഹനങ്ങൾ ഏതാണെന്നോ ഏത് തരത്തിലുള്ളതാണോ യാതൊരുവിധ കൺസേണും നമ്മുടെ ഭാഗത്തുനിന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങൾ മൂല്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ചെയ്യും. അപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊജക്റ്റ് പോലെ ഫാബ്സോൺ വീൽസിൻ്റെ റൂഫിൽ അണ്ടർ ദ റൂഫ് നമുക്ക് അതിനെ കംപ്ലീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും ഈ ഒരു വളരെ കുറഞ്ഞ ഒരു ചെറിയ സമയത്തുള്ളൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വരികയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും, എന്നെ സഹിച്ച അല്ലെങ്കിൽ എന്നെ ക്ഷമിച്ച എല്ലാവർക്കും നിങ്ങൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. ഒരുപാട് മാറ്റങ്ങളുമായിട്ട് ഫാബ്സോൺ വീൽസ് മെറ്റീരിയൽ നിങ്ങളുടെ മുമ്പിലോട്ട് വരും. യാത്രകൾ, സോൾജിയറിൻ്റെ യാത്രകൾ 1.5 വർഷമായിട്ട് നിങ്ങളോട് പറഞ്ഞ് നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം കൺഫേം സോൾജിയറിൻ്റെ യാത്രകൾ വീണ്ടും ക്യാമ്പിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമ്മുടെ ഒരു മാനേജർ പയ്യൻ വരാനുണ്ട്. അവൻ വന്നതിന് ശേഷം പതുക്കെ ഞാൻ എൻ്റെ യാത്രകളിലോട്ട് എത്തും. എൻ്റെ ഒഫീഷ്യൽ കാര്യങ്ങൾ അങ്ങനെ പോവും, യാത്രകൾ അങ്ങനെ പോവും. ഉറപ്പായിട്ടും നിങ്ങളുടെ കൂടെ, നിങ്ങളോടൊപ്പം, നിങ്ങളുടെ ആഗ്രഹത്തിനോടൊപ്പം ഫാബ്സോൺ വീൽസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. എനിവേ, താങ്ക് യു സോ മച്ച് മൈ ബ്രദേഴ്സ്.